എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരുന്ന, നമുക്കറിയാം, ഡിസംബർ അവസാനത്തോടു കൂടി നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ കേരള PSC അറിയിച്ചതാണ്. അതിൻ പ്രകാരം കൃത്യമായി തന്നെ ഉദ്യോഗാർത്ഥികൾക്കുള്ള പുതുവർഷ സമ്മാനമായി തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എത്തി. അതോടൊപ്പം തന്നെ അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ്, നമ്മൾ പ്രിലിംസിന്റെ സിലബസ് അല്ല നമ്മൾ കാത്തിരുന്നത് എന്താണ്? നമ്മൾ കാത്തിരുന്നത് മെയിൻസിന്റെ സിലബസ് ആണ്. അപ്പൊ നമുക്കറിയാം, പരീക്ഷ 2 ഘട്ടമാണ്, അതിന്റെ കൂടെ ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പം ആദ്യം പ്രിലിംസ് ഉണ്ടാവും, പ്രിലിംസ് പരീക്ഷയ്ക്ക് ശേഷം എന്തുണ്ടാവും? മെയിൻസ് ഉണ്ടാവും. മെയിൻസിന് ശേഷം എന്തുണ്ട്? ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ ഒരു 3 ഘട്ടമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുക്കൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന സ്വപ്ന തുല്യമായ ഒരു ജോലിയുടെ തെരഞ്ഞെടുക്കൽ കേരള PSC നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇയർലി കലണ്ടർ കേരള PSC പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ മെയ്ക്കും ജൂലൈക്കും ഇടയിൽ ഉണ്ടാവുമെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം മെയ് മാസത്തിനും ജൂലൈക്കും ഇടയിൽ ഒരു 3-4 ഘട്ടമായിട്ട് പരീക്ഷ നടത്തും. ഓക്കെ. അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ട്. പ്ലാൻ ചെയ്ത് നല്ല കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് കടമ്പ കടക്കുന്നതിനപ്പുറം, നമുക്കറിയാം, നമ്മൾ പ്രിലിംസ് പരീക്ഷകൾ നമ്മൾ ഒരുപാട് എഴുതിയാണ്. അതിന്റെ സിലബസ് നമുക്കറിയാം. സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ മെയിൻസ് കടക്കുന്നവര്, മെയിൻ പരീക്ഷ നന്നായിട്ട് സ്കോർ ചെയ്യുന്നവര് ഈ ഒരു കടമ്പ കടക്കും. അത് ഉറപ്പാണ്. അവർക്കാണ് എന്ത് ജോലി, അവർക്ക് ഉറപ്പാണ്. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിൽ എല്ലാവർക്കും നമ്മൾ പെർഫോമൻസിനനുസരിച്ച് ആ മാർക്കെങ്കിൽ പോലും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്കും ഒരു നിശ്ചിത മാർക്ക് ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിലിംസിന് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം മെയിൻസ് പരീക്ഷ, നമ്മുടെ പേപ്പർ സെക്കൻഡ് മെയിൻ പരീക്ഷയിൽ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ ആ രീതിയിൽ മുന്നോട്ട് പോവുക. അതിനുശേഷം നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങാൻ പറ്റും. നമ്മൾ ഈ ഒരു വർഷം നന്നായിട്ടൊന്ന് കഷ്ടപ്പെട്ടെ. നമ്മൾ ഇന്ന് 2025 ജനുവരി മാസം 1-ാം തീയതിയാ. നമ്മൾ മനസ്സുകൊണ്ടൊരു പ്രതിജ്ഞ എടുത്തേ, നമ്മൾ ഈ വർഷം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥയാവും എന്ന് നമ്മൾ ഒരു ദൃഢപ്രതിജ്ഞ മനസ്സിലെടുത്തിട്ട് നിന്ന് പ്രവർത്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതിന്റെ ഫലം ഉണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ട്രോളിലൊക്കെ കാണിക്കുന്ന പോലെ നമ്മൾ ഒരു ആദ്യത്തെ 10 ദിവസം നമുക്ക് ഫുൾ എനർജി ആയിരിക്കും. നമ്മളൊരു കാര്യം ഇന്ന് 1-ാം തീയതി ഒരു തീരുമാനം എടുത്തു, ഇന്നൊരു ഡിസിഷൻ എടുത്തു. നമ്മൾ 10 ദിവസത്തേക്ക് എന്തുണ്ടാവും? നമുക്ക് ആ ഒരു ഫുൾ എനർജിയിൽ നിൽക്കും. 11-ാമത്തെ ദിവസം തൊട്ട് നമ്മുടെ എനർജി താഴോട്ട് നമ്മുടെ എനർജി ലെവൽ കുറയാൻ തുടങ്ങും. അപ്പൊ അതൊരു വലിയ അപകടകരമായ ഒരു സംഭവമാണ്. അതുണ്ടാവരുത്. ഓക്കെ. നമ്മള് നിരന്തരമായ പരിശ്രമവും ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മുടെ മനസ്സിലെടുത്തിട്ടുള്ള ഉറച്ച തീരുമാനങ്ങൾ, സ്ഥിരോത്സാഹവും ഒരു വലിയ ഘടകമാണ്. സ്ഥിരോത്സാഹം ഉള്ളവർക്ക് മുന്നിലോട്ട് പോകാൻ കഴിയും. ഈ സ്ഥിരോത്സാഹം ഉള്ള ആളുകൾക്ക് ഈ 10 ദിവസം കഴിയുമ്പോൾ എന്ത് കുറയത്തില്ല? നമ്മുടെ പവർ കുറയത്തില്ല, നമ്മുടെ എനർജി കുറയത്തില്ല, നമ്മൾ അടിച്ചു കയറി പോവും. ഓക്കെ. അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ. അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കിയാലോ? അപ്പൊ നോക്കിയേ, നമ്മുടെ പ്രിലിമിനറി പരീക്ഷ, ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സെക്രട്ടേറിയറ്റ് ഓർ KPSC അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ പേപ്പർ 1 നോക്കിയേ. മെയിൻ എക്സാമിനേഷൻ പേപ്പർ 1 നോക്കിയേ. പേപ്പർ 1 നമുക്കറിയാം, ഹിസ്റ്ററി 7 മാർക്കാണ്. ഹിസ്റ്ററിക്ക് 7 മാർക്കാണ്. ഹിസ്റ്ററിക്ക് വന്നിരിക്കുന്നത് 7 മാർക്കാണ്. അതുപോലെ തന്നെ നോക്കിയേ, ജോഗ്രഫിക്കും 7 മാർക്കുണ്ട് കേട്ടോ. 7 മാർക്കുണ്ട്. ജോഗ്രഫിക്ക് എന്തുണ്ട്? 7 മാർക്കുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയേ, ഹിസ്റ്ററി എത്ര മാർക്കാ? ഹിസ്റ്ററിക്ക് 7 മാർക്കാ. ഹിസ്റ്ററിയിൽ എന്തൊക്കെ ചോദിക്കും, ഏതൊക്കെ ചോദിക്കും എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ജോഗ്രഫി 7 മാർക്കാണ്. ജോഗ്രഫി നമുക്കറിയാം, കുറെ അധികം നമുക്ക് പഠിക്കാനുണ്ട്. വേൾഡ് ജോഗ്രഫി അടക്കം പഠിക്കാനുള്ളതാണ്. അപ്പം ജോഗ്രഫിക്ക് 7 മാർക്ക് ഉണ്ട്. എക്കണോമിക്സിന് 7 മാർക്ക്. എക്കണോമിക്സിന് എത്ര? 7 മാർക്കുണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് 7 മാർക്ക്. ഫിസിക്സിന് 7 മാർക്ക്. കെമിസ്ട്രിക്ക് 7 മാർക്ക്. ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ കലാസാംസ്കാരികം എല്ലാം കൂടി 8 മാർക്കുണ്ട്. കലാസാംസ്കാരികം 8 മാർക്കുണ്ട്. സ്പോർട്സിന് എത്ര മാർക്കാ? 3 മാർക്കാണ്. സ്പോർട്സിന് 3 മാർക്കാണ്. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ 6 മാർക്ക്. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ 6 മാർക്കാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയേ നിങ്ങൾ.
ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രിലിംസ് പരീക്ഷകളിൽ അല്ലെങ്കിൽ നമ്മളെ ഏത് പരീക്ഷ ആയിക്കോട്ടെ കൃത്യമായിട്ട് നമ്മള് സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 15 മാർക്ക്, ഇംഗ്ലീഷിന് 13 മാർക്ക്, മലയാളത്തിന് 13 മാർക്ക്. അപ്പം ഇതെല്ലാം കൂടി ചേർത്താൽ 41 മാർക്കിനാണ് ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടെ ചോദിക്കുന്നത്. 41 മാർക്കിനാണ്. 41 മാർക്കിന് എന്ത് ചോദിക്കും? ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടി 41 മാർക്കിന് ചോദിക്കുക. അപ്പോ ഈ ഒരു 41 മാർക്ക് വളരെ 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 നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഈ ഒരു 3 കാര്യങ്ങൾ, മാത്സ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്യണം. 41 മാർക്കാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം, നമുക്ക് ഇംഗ്ലീഷിലും മലയാളവും ഒക്കെ ലിമിറ്റഡ് ഏരിയ, നമ്മൾ മുൻകാലങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാ. അതൊന്ന് പൊടി തട്ടിപ്പോയാൽ മതി. അത് തന്നെ ആ ഒരു മൂന്ന് കാര്യങ്ങൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് 41 മാർക്ക് കിട്ടും. ബാക്കി ആ 41 മാർക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളതുകൂടെ വളരെ നന്നായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകണം. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ, നമ്മൾ ഒരിക്കലും ആൻസറിൽ എത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് പല പരീക്ഷകൾക്കും നമ്മൾ വളരെ ശരിയായ ഉത്തരം തെറ്റിച്ചു വെക്കാറുണ്ട്. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആവുക എന്നുള്ളതാണ്. ഒരുപാട് ഇപ്പം പരീക്ഷകളിൽ കാണുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന മേഖലകളിലെ ഉത്തരങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ പരീക്ഷാ ഹാളിൽ പോയി ഇരുന്നിട്ട് തെറ്റിച്ചു വെക്കും. അതിപ്പം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ പരീക്ഷ എഴുതിയിട്ട് വരുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യം, അറിയാമായിരുന്നു, എനിക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നത് വരെ ഞാൻ തെറ്റിച്ചു വെച്ചു എന്ന് പറയാറുണ്ട്. അപ്പോ അതുണ്ടാവരുത്. 41 മാർക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ലൈഫ് സയൻസ് നമുക്ക് നോക്കാം, എന്തൊക്കെയാ ലൈഫ് സയൻസിനകത്ത് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. അപ്പൊ ഈ 100 മാർക്കിന്റെ OMR എക്സാം ആണ് നമുക്ക് വരാൻ പോകുന്നത്. അതിൽ ഹിസ്റ്ററി നോക്കിയേ, 7 മാർക്കിന്റെ ഹിസ്റ്ററിക്കകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാ. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ മുൻ പ്രിലിംസ് പരീക്ഷകളിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളും ആണ് നമുക്ക് അതിനകത്ത് ഉള്ളത്. അടിസ്ഥാനപരമായിട്ട് ആദ്യം മുതലുള്ള കാര്യങ്ങൾ, നമുക്ക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് വരെയുള്ള യൂറോപ്യന്മാർ ആഗമനം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കേരള ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി തൊട്ട് സ്വദേശാഭിമാനി, അതുപോലെ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങി ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ ഗ്രേറ്റ് റവല്യൂഷൻ, ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ, അമേരിക്കൻ വാർ, ഇതെല്ലാം ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചതാണ്. നമ്മൾ മുൻകാലങ്ങളിൽ എല്ലാ പരീക്ഷകൾക്കും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, നോക്കി അടുത്തേ ജോഗ്രഫിക്ക് 7 മാർക്കാണ്. നമുക്കറിയാം ബേസിക് ഓഫ് ജോഗ്രഫി, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി ഒക്കെ നമുക്ക് ചോദിക്കും. അതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പൊ അത് നന്നായിട്ട് നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചോദ്യം വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓപ്ഷൻസ് വരെ കൺഫ്യൂഷൻ ഉണ്ടാക്കും നമുക്ക്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ തെറ്റിച്ചു വെക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ല. ഓക്കെ, അതുപോലെ തന്നെ എക്കണോമിക്സ് 7 മാർക്ക് നോക്കിയേ. ഇന്ത്യ എക്കണോമി, 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കണോമിക് റിഫോംസ്, നമ്മൾ PSC പഠനം ആരംഭിച്ച കാലം മുതൽ പഠിക്കുന്ന കാര്യമാണ് 5 ഇയർ പ്ലാൻ ഒക്കെ. അതുപോലെ തന്നെ കമ്മീഷൻസ്, പ്ലാനിംഗ് കമ്മീഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നീതി ആയോഗ്, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്, GST ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ, ബെനിഫിറ്റ് ഓഫ് GST ഒക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോക്കിയേ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് 7 മാർക്ക്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് വരുന്നത് എത്ര മാർക്കാ? 7 മാർക്കാണ് വരുന്നത്. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ദർ ഡെഫിഷ്യൻസീസ്, ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കോസേറ്റീവ് ഓർഗനിസംസ്, പ്രിവെന്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് എന്നിവയാണ്. അതുപോലെ തന്നെ കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടറിലെ നമ്മുടെ ഗവൺമെന്റിന്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഏതൊക്കെയാണ്, ബേസിക് ഹെൽത്ത് ഫാക്ട്സ്, എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ്സ് എന്നിവയാണ് നമുക്ക് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ പഠിക്കാനുള്ളത്. 7 മാർക്കാണ് കേട്ടോ. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഫിസിക്സ് നമുക്ക് 7 മാർക്കാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്ത് മറ്റൊരു കാര്യവും ഇല്ല. പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫിസിക്സിലും കെമിസ്ട്രിയിലും പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോസ്, അക്വാറീജിയ, എലമെന്റ്സ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, അലോയിഡ്സ്, ആസിഡ്സ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. മുൻ വർഷങ്ങളിൽ നമുക്ക് പുതുമയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കെമിസ്ട്രിക്കകത്തിലും. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ നമ്മൾ പറഞ്ഞു 8 മാർക്കാണ്.
വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു 8 മാർക്കാണ് അത് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയണം. അത് അതിൽ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. നോക്കിയേ, ആർട്സിനകത്തില് ഇമ്പോർട്ടന്റ് ഓഡിയോ വിഷ്വൽ ആർട്സ് ഫോംസ് ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ലിറ്ററേച്ചർ, മലയാളം ഇമ്പോർട്ടന്റ് ലിറ്ററസി മൂവ്മെന്റ്, ഐക്കൺസ് ആൻഡ് ദെയർ ഫസ്റ്റ് വർക്ക്, മെയിൻ വർക്ക് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെന്റ് ആൻഡ് ദെയർ ഓതേഴ്സ്, റൈറ്റേഴ്സ്, ഫേമസ് വർക്ക്, ഇതെല്ലാം നമ്മൾ മലയാള സിനിമ, മലയാളം റൈറ്റേഴ്സ്, ഹൂ ഓൺ ദ ജ്ഞാനപീഠ അവാർഡ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട് ഒക്കെയാണ് നമ്മൾക്ക് അറിയാവുന്നതാണ് സിലബസ് ഒക്കെ. ഇതൊക്കെ കൾച്ചർ, കേരള ഇമ്പോർട്ടന്റ് സെലിബ്രേഷൻസ്, പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് സച്ച് സെലിബ്രേഷൻസ്, ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽ, കേരള കൾച്ചറൽ സെന്റേഴ്സ്, വർഷിപ്പ് പ്ലേസസ്, കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് നമുക്ക് അടുത്ത കൾച്ചറിനകത്ത് വരാൻ പഠിക്കാൻ ഉള്ളത്. അതുപോലെ നോക്കിയേ, സ്പോർട്സിന് നമുക്ക് 3 മാർക്കാണ്. സ്പോർട്സിന് 3 മാർക്കാണ്. അത് നമ്മളെ കറണ്ട് അഫയർ കാര്യങ്ങളൂടെ അതിനകത്ത് ഓർത്തിരുന്നോണം. സ്പോർട്സിനകത്തില് കറണ്ട് അഫയറൂടെ ചോദിക്കും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ അവസാനത്തെ അവാർഡ്സും കാര്യങ്ങളും ഒക്കെ ചോദിക്കും. അപ്പൊ നോക്കിയേ, ഇമ്പോർട്ടന്റ് അവാർഡ്സ്, ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള, ഇന്ത്യ ആൻഡ് വേൾഡ്, ദെയർ സ്പോർട്സ് ഈവന്റ്, അച്ചീവ്മെന്റ് അവാർഡ്സ്, അതുപോലെ ഫേമസ് ട്രോഫീസ്, നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ഇമ്പോർട്ടന്റ്, ഓരോ സ്പോർട്സ് ഐറ്റംസിലും എത്ര കളിക്കാർ വീതം ഉണ്ട്, ഇമ്പോർട്ടന്റ് ടൈംസ് അസോസിയേറ്റഡ് വിത്ത് വേരിയസ് സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഒളിമ്പിക്സ്, അരച്ച് കലക്കി നമ്മൾ കുടിക്കേണ്ടി വരും. ഒളിമ്പിക്സ് മൊത്ത കാര്യങ്ങളും, ആദ്യം മുതലുള്ള മൊത്ത കാര്യങ്ങളും നമുക്ക് ഒളിമ്പിക്സ്, ഇതുവരെയുള്ള ഒളിമ്പിക്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കേണ്ടി വരും. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, അതിന്റെ വേദികള്, കൺട്രീസ്, പെർഫോമൻസ് ഓഫ് ഇന്ത്യ, അതർ ഫാക്ട്സ്, അതുപോലെ തന്നെ നാഷണൽ ഗെയിംസ്, ഈവന്റ്സ്, പ്ലേയേഴ്സ്, അച്ചീവ്മെന്റ്സ്, നാഷണൽ ഗെയിംസ് ആൻഡ് ഈവന്റ്സ് ഓഫ് വേരിയസ് കൺട്രീസ് എന്നിവ നമുക്ക് സ്പോർട്സിനകത്ത് പഠിക്കേണ്ടതാണ്. നമ്മൾ മുൻ വർഷങ്ങളിലും ഇത് തന്നെയാണ് സിലബസ്, മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ ബേസിക് കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് 6 മാർക്കാണ് വരുന്നത്. 6 മാർക്കാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ഇന്റർനെറ്റും ഒക്കെ വരുന്നുണ്ട്, നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6 മാർക്കാണ് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് വരുന്നത്, 6 മാർക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് നമുക്ക് 15 മാർക്ക്. സിമ്പിൾ അരിത്തമെറ്റിക് എവിടെയൊക്കെയാ ചോദിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി ഏതൊക്കെ മേഖലയും ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് 15 മാർക്കാണ്, ചെറിയ കാര്യമല്ല. നമുക്ക് പരീക്ഷയിൽ 15 മാർക്ക് എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. 41 മാർക്കിൽ 15 മാർക്ക് നമുക്ക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക് നമുക്ക് ഉണ്ടാവും, 15 മാർക്ക് ഉണ്ടാവും. ഇംഗ്ലീഷ് 13 മാർക്കാണ്. ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും ഉണ്ട്. എത്ര മാർക്കാ? 13 മാർക്കാണ് അതിന് വരുന്നത്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളം വരുന്നുണ്ട്. മലയാളത്തിന് നമുക്ക് എന്തുവാ 13 മാർക്കാണ്. 13 മാർക്കാണ് മലയാളത്തിന് നമുക്ക് എത്ര മാർക്കാണ്? 13 മാർക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നത്, നമുക്ക് നമ്മുടെ പേപ്പർ 1 വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെയും ഈ ഒരു സിലബസ് അനുസരിച്ച് നമ്മൾ പരീക്ഷ നേരിട്ടവരാണ്. നമുക്ക് ആത്മവിശ്വാസത്തോടെ പ്രിലിംസ് പേപ്പർ 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോ പുതിയതായിട്ട് പഠനം ആരംഭിക്കുന്നവർ, ഈ ഒരു എന്താ പറഞ്ഞ PSC ഒക്കെ ആദ്യമായിട്ടൊക്കെ നോക്കുന്നവര് നന്നായിട്ട് എന്താ ചെയ്യുക, ഈ ഒരു പേപ്പർ 1 കൂടി നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. പേപ്പർ 2 നമ്മൾ നോക്കാൻ പോവാണ്. അതാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന പേപ്പർ 2 സിലബസ്. അതാണ് നമ്മൾ കാത്തിരുന്നത്. അതിൽ സ്കോർ ചെയ്യുന്നവര്, ഈ പറഞ്ഞ പേപ്പർ 1 പഠിച്ചു, നന്നായിട്ട് സ്കോർ ചെയ്തു, നമ്മൾ അടുത്ത ഘട്ടം പോയി പേപ്പർ 2 പേപ്പർ 2 നന്നായിട്ട് സ്കോർ ചെയ്യുന്നവർക്കുള്ളതാണ് എന്ത്? സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റ് കസേര എന്നുള്ളത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത നോക്കാം. അപ്പൊ നമുക്ക് നോക്കിയേ, നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സെക്രട്ടേറിയറ്റ് KPSC അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ പേപ്പർ 2 നോക്കിയേ. ടോട്ടൽ 100 മാർക്കാണ്. ടോട്ടൽ എത്ര മാർക്കാ? 100 മാർക്കാണ്. ടോട്ടൽ 100 മാർക്കാണ്. അപ്പോ മൊഡ്യൂൾ 1 മൊഡ്യൂൾ തിരിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും, എത്ര മാർക്കിന് ചോദ്യങ്ങൾ വരുമെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൊഡ്യൂൾ തിരിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, മൊഡ്യൂൾ 1 പ്രിൻസിപ്പൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇന്ന് 10 മാർക്കാണ്. അതിൽ നിന്ന് എത്ര മാർക്കാ? 10 മാർക്കാണ് പ്രിൻസിപ്പൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. 10 മാർക്കാണ്. അതിനകത്ത് അഡ്മിനിസ്ട്രേഷനും ലീഡർഷിപ്പും ഒക്കെ വരുന്ന ഒരു മേഖല കൂടിയാണ് പ്രിൻസിപ്പൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, നന്നായിട്ട് പഠിക്കണം. 10 മാർക്കാണ് മെയിൻ പരീക്ഷയിലെ 10 മാർക്ക്. ഈ ഒരു മേഖലയിൽ നിന്നായതുകൊണ്ട് തന്നെ 10 മാർക്ക് വളരെ നിസ്സാരമല്ല. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓരോ മൊഡ്യൂളും നിസ്സാരമല്ല, അത് നന്നായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സിലബസ് പ്രകാരം നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്
അപ്പൊ നോക്കിയേ, മൊഡ്യൂൾ 1 പ്രിൻസിപ്പൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്, മൊഡ്യൂൾ 2 പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് 10 മാർക്ക്, പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് 10 മാർക്കാണ്. അപ്പോൾ അത് മാനേജ്മെന്റ് ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്, ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസ്, മാനേജ്മെന്റ് ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഒക്കെ തുടങ്ങി നമുക്കറിയാം. നമ്മൾ HSST കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നതിനകത്തിൽ ഒരു മൊഡ്യൂൾ ഒക്കെ ആയിട്ട് വരുന്ന ഒരു സംഭവമാണിത്. അപ്പം നമുക്ക് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് അത് 10 മാർക്ക്. പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് എത്ര മാർക്കാ? 10 മാർക്ക്. നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മൊഡ്യൂൾ 3, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയില് നമ്മള് എന്താണ്, നമ്മൾ ബേസ് ലെവൽ മുതൽ ഏറ്റവും താഴെ തട്ട് മുതൽ ഏറ്റവും മുകളിൽ വരെ, അതായത് ബേസ് ലെവൽ തൊട്ട് ഏറ്റവും വലിയ ഡീപ്പ് ലെവൽ വരെ നമുക്ക് പഠിക്കാനായിട്ട് ഇതുണ്ട്. നമ്മൾ നോക്കിയേ, സാലിയൻ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങോട്ട് വരുന്തോറും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മീനിങ് ആൻഡ് ലിമിറ്റേഷൻസ്, ഡയറക്റ്റീവ്, പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, their enforcement, union executive, president, vice president, elections, powers and functions, prime minister, council of ministers, union legislature, Rajya Sabha and Lok Sabha, composition, powers and functions, parliamentary privileges, union judiciary, Supreme Court of India, composition and powers and functions, judicial review, public interest litigation, state executive, governor, chief minister, council of ministers, state legislator, state legislative assembly and state legislative council, state judiciary, high court and subordinate judiciary. ഇത്രയും കാര്യങ്ങൾ ഒരു മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്, ഒറ്റ മൊഡ്യൂളിൽ. മൊഡ്യൂൾ 3 കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ ആണ് കൊടുത്തേക്കുന്നത്. 12 മാർക്കാണ് കേട്ടോ, 12 മാർക്കാണ്, 12 മാർക്ക്. നോക്കിയേ, മൊഡ്യൂൾ 4 സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്. ഓക്കെ, അപ്പോ അതിൽ നോക്കിയേ, റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, ലെജിസ്ലേറ്റീവ് റിലേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്, കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ഫിനാൻഷ്യൽ റിലേഷൻസ്, സർവീസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, doctrine of pleasure, local government, panchayat raj system with a special reference to 73rd and urban local self-government with a special reference to 74th amendment, election commission of India, composition, powers and function and electoral process, type of emergency grounds, procedure, duration and effect. അപ്പോൾ വളരെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്, വളരെ ഡീപ്പായിട്ട് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. 8 മാർക്കാണ്, 8 മാർക്ക്. അപ്പൊ തന്നെ 12ഉം 8ഉം കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ തന്നെ 20 മാർക്കായി. നോക്കി, അടുത്തത് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ്, കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോ മൊഡ്യൂൾ 5 കേരള എക്കണോമി 15 മാർക്ക് കേട്ടോ, 15 മാർക്ക് നിസാരമല്ല, 15 മാർക്ക് നിസാരമല്ല. നോക്കിയേ, ഈ ഒരു മൊഡ്യൂളിലാണ് മൊഡ്യൂൾ 5, 6 കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് മൊത്തം 30 മാർക്കാണ്. 2 മൊഡ്യൂളായിട്ട് 30 മാർക്കാണുള്ളത്, 30 മാർക്കാണുള്ളത്. അപ്പൊ കേരള എക്കണോമി സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് GDP, എക്കണോമിക് ഗ്രോത്ത്, പെർ ക്യാപിറ്റ ഇൻകം, റിസോഴ്സ് മൊബിലൈസേഷൻ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, പോളിസീസ്, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്നിവയാണ്. അഗ്രികൾച്ചർ, ക്രോപ്സ്, ലാൻഡ് യൂസ് പാറ്റേൺ, ലാൻഡ് റിഫോംസ്, ഫുഡ് സെക്യൂരിറ്റി, ഇൻഡസ്ട്രി, എനർജി സെക്ടേഴ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ് സെക്ടർ, ഹെൽത്ത് കെയർ, എക്കണോമി, മൈഗ്രേഷൻ, ടൂറിസം, എഡ്യൂക്കേഷൻ എന്നിവയാണ് നമുക്ക് മൊഡ്യൂൾ 5 പഠിക്കാനുള്ളത്. 15 മാർക്കാ, 15 മാർക്കാ. വളരെ ഇമ്പോർട്ടന്റ് മൊഡ്യൂൾസ് ആണ് മൊഡ്യൂൾ 5ഉം 6ഉം. നോക്കിയേ, മൊഡ്യൂൾ 6 കേരള മോഡൽ ഡെവലപ്മെന്റ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ഇവല്യൂഷൻ, സിഗ്നിഫിക്കൻസ്, ഫ്യൂച്ചർ, അഡൽട്ട് ലിറ്ററസി, ലൈഫ് എക്സ്പെക്ടൻസി, ഇൻഫാന്റ് മോർട്ടാലിറ്റി, ബർത്ത് റേറ്റ്, റീസൺസ്, ചലഞ്ചസ്, അൺഎംപ്ലോയ്മെന്റ് അടക്കം, പോവർട്ടി, ഇൻഇക്വാലിറ്റി, ജെൻഡർ ഗ്യാപ്പ്, ഏജിങ്, വുമൺ എംപവർമെന്റ് പ്രോഗ്രാംസ്, നോളജ് എക്കണോമി, സ്റ്റാർട്ടപ്പ്, ബ്രെയിൻ ഗെയിൻ എന്നിവ നമ്മുടെ ഇതിൽ വരും. കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റിൽ മൊഡ്യൂൾ 5ഉം 6ഉം വരും. 30 മാർക്കാണ്, 30 മാർക്കാണ്. അതുപോലെ നോക്കി, എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എത്ര മാർക്കാ? മൊഡ്യൂൾ 7 to
10 മാർക്ക്, മൊഡ്യൂൾ 7 10 മാർക്ക്, മൊഡ്യൂൾ 8ഉം 10 മാർക്കാണ്. മൊഡ്യൂൾ 8ഉം നമുക്ക് എത്ര മാർക്കാ? 10 മാർക്കാണ്. മൊഡ്യൂൾ 9 ഇ ഗവേണൻസ്, മൊഡ്യൂൾ 9 ഇ ഗവേണൻസ് 10 മാർക്കാണ്. മൊഡ്യൂൾ 9 ഇ ഗവേണൻസും 10 മാർക്കാണ്. അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു സിലബസ് ആണ് നമ്മുടെ മെയിൻസിന്റെ സിലബസ്. ഇത്രയും വലിയൊരു സിലബസ് ആണ്. നമുക്ക് നന്നായിട്ട് പഠിച്ചു മുന്നോട്ട് പോകണം. കൃത്യമായിട്ട് മെയിൻസിന്റെ സിലബസ് വെച്ച് നന്നായിട്ട് പഠിച്ച് അതെന്ത് ചെയ്യുന്നവർ, അത് നന്നായിട്ട് പഠിച്ച് സ്കോർ ചെയ്യുന്നവർ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തും, തർക്കമില്ല. പിന്നെ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നിശ്ചിത മാർക്ക് കൊടുക്കാറുണ്ട്. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് അതിൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു സൗജന്യ വെബിനാർ ഞങ്ങൾ തരികയാണ്. അപ്പോൾ സൗജന്യ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ലിങ്കിൽ, നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ കമന്റ് ബോക്സിൽ തന്നെ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആ ഒരു ബാച്ചിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറി നമ്മുടെ വെബിനാർ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. നമുക്ക് സമയമുണ്ട്. മെയ് ടു ജൂലൈ അല്ലേ പരീക്ഷ വരുന്നത്. നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. നമുക്കൊരു 6 മാസം നമുക്ക് ഇതിന്റെ പുറകിൽ ഇരുന്നാൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരോത്സാഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ സ്ഥിരോത്സാഹം നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ആ സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഏത് ഉന്നതിയിലും ചെന്ന് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. അതിന്റെ കൂടെ ഞങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട്, ഞങ്ങളുടെ ഒരു ടീമിന്റെ അധ്യാപക കൂട്ടായ്മയാണ് മാസ്റ്റർ കീ അക്കാഡമി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ടീമിന്റെ വലിയ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ വെബിനാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. നമുക്ക് വെബിനാർ അറ്റൻഡ് ചെയ്യാം. വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട്, ഇതിന്റെ സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസും നിയമനങ്ങളും ഒക്കെ അടക്കമുള്ള നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജികൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ 2025 ഒരു ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോകാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.